സിക്കാഡ അല്ലെങ്കിൽ ചീവീട് ലോകത്തിലെ അതീവ ദുരൂഹമായ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട സിംബലാണ്. ഇതേ ചിഹ്നമാണ് ലൂസിഫർ സിനിമയുടെ അവസാന ഭാഗത്ത് ശ്രീ മോഹൻലാലിൻ്റെ മോതിരത്തിൽ കാണാൻ കഴിയുന്നത്. എന്താണ് ഈ സംഘടന, അല്ലെങ്കിൽ എന്താണ് ഇവരെ ഇത്രയും ദുരൂഹമാക്കുന്നത്? എന്നാൽ എമ്പുരാൻ സിനിമയിൽ കാണിക്കുന്ന മോതിരം പരുന്തിൻ്റേതാണ്. അതിൻ്റെ ദുരൂഹതകൾ ബാക്കിയാവുമ്പോഴും സിക്കാഡ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വർഷം 2012 ഫോർച്ചാൻ എന്ന ഇമേജ് ബേസ്ഡ് ആയിട്ടുള്ള ബുള്ളറ്റിൻ ബോർഡ് വെബ്സൈറ്റിൽ ഒരു മെസ്സേജ് ഇമേജ് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് വെറും ഒരു ഇമേജ് മെസ്സേജ് ആയിരുന്നില്ല. ഇതിനുള്ളിൽ ക്രിപ്റ്റിക്കായി, അതായത് രഹസ്യമായി ഒരു സന്ദേശം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇമേജിനുള്ളിൽ രഹസ്യമായ രീതിയിൽ ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയക്കുന്നതിനെ സ്റ്റെഗനോഗ്രഫി എന്നാണ് പറയുക. ഇങ്ങനെ ഫോർച്ചാൻ വെബ്സൈറ്റിൽ ഇമേജ് പോസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഇവരുടെ ട്വിറ്റർ അക്കൗണ്ട് നമ്മൾ നോക്കിയാൽ അത് സോൾവ് ചെയ്യാനുള്ള സൂചനകളും പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത സന്ദേശം എന്ന് പറയുന്നത്, ഞങ്ങൾ വളരെ ബുദ്ധിശാലികളായ ആളുകളെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടിയുള്ള ഒരു ടെസ്റ്റാണിത്. ഈ ഇമേജിൽ ഒരു മെസ്സേജ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അത് കണ്ടെത്തിയാൽ ഞങ്ങളിലേക്കുള്ള വഴി തുറക്കപ്പെടും. ഇങ്ങനെയായിരുന്നു ഈ ഒരു സന്ദേശം ഉണ്ടായിരുന്നത്. ഈ ഒരു പസിലിൻ്റെ ആദ്യ പടിയായിരുന്നു ഈ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിലെ തന്നെ ഏറ്റവും സങ്കീർണവും നിഗൂഢവുമായ പസിൽ എന്ന രീതിയിലാണ് ഇന്നും സിക്കാഡ 3301 എന്ന ഈ ഒരു പസിൽ അറിയപ്പെടുന്നത്. ആരായിരിക്കും ഇത്തരത്തിൽ പസിലുകൾ പോസ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ? ഈ പസിലിന് എമ്പുരാൻ സിനിമയുമായി എന്താണ് ബന്ധം? സിനിമ കാണുന്നതിന് മുന്നേ മനസ്സിലാക്കിയിരിക്കേണ്ട ആ സങ്കീർണമായ അറിവുകൾ വളരെ എളുപ്പത്തിൽ നമുക്കിന്ന് മനസ്സിലാക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫോർച്ചാൻ എന്ന വെബ്സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അനോണിമസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും കുപ്രസിദ്ധമായ ഹാക്കർ ഗ്രൂപ്പിൻ്റെ ഉദയം ഈ വെബ്സൈറ്റിൽ നിന്നായിരുന്നു. ഇവർ നിസ്സാരക്കാരല്ല എന്ന കാര്യം നമുക്കറിയാം. ഈ ഹാക്കർ ഗ്രൂപ്പ് ഗവൺമെൻറ് സൈറ്റുകളടക്കം ഹാക്ക് ചെയ്യുന്ന ഹാക്കിവിസ്റ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. 2022 യുക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടായ സമയത്ത് പല റഷ്യൻ ഗവൺമെൻറ് ഏജൻസി ഗ്രൂപ്പുകളും ഹാക്ക് ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം ഈ ഒരു അനോണിമസ് സംഘം ഏറ്റെടുത്തിരുന്നു. അതുപോലെ 2017 ആരംഭിച്ച QAnon എന്നൊരു കോൺസ്പിറസി തിയറിയുടെ തുടക്കവും ഫോർച്ചാൻ എന്ന സൈറ്റ് വഴി തന്നെയായിരുന്നു. അവർ അമേരിക്കയിൽ ട്രംപിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ട്രംപ് പോരാടുന്നത് സാത്താൻ ആരാധനയിൽ ഏർപ്പെട്ടിരിക്കുന്ന പീഡോഫൈൽസ്, അതായത് കുട്ടികളെ ലൈംഗികപരമായി ഉപദ്രവിക്കുന്ന സർക്കാരിലെ ഉന്നതർക്കെതിരെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. കൂടാതെ ഈ യുദ്ധം അവസാനിക്കുന്ന സമയത്ത് മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഹിലറി ക്ലിൻ്റൺ അടക്കമുള്ള പ്രമുഖർ അറസ്റ്റ് ചെയ്യപ്പെടാമെന്നും ഇവർ പറയുന്നുണ്ട്. ഇതൊരു തീവ്ര വലതുപക്ഷ ഗൂഢാലോചന സിദ്ധാന്തമാണ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ വിഷയം അനോണിമസ് എന്ന ഹാക്കർ ഗ്രൂപ്പോ QAnon എന്ന കോൺസ്പിറസി തിയറികളോ അല്ല. എങ്കിലും ഇത്തരത്തിൽ ലോകത്തെ സ്വാധീനിക്കുന്ന തിയറികളും സീക്രട്ട് ഗ്രൂപ്പുകളും ഉദയം ചെയ്തൊരു സൈറ്റാണ് ഫോർച്ചാൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഈ കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സീക്രട്ട് ഗ്രൂപ്പുകളാവാം നിഗൂഢമായ മുകളിൽ പറഞ്ഞ പസിലുകൾക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. കൂടാതെ ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന പസിലുകളും തിയറികളും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ജനപിന്തുണ ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ക്രിപ്റ്റിക് ഇമേജിനും വലിയ ജനപിന്തുണ ലഭിച്ചു എന്ന് മാത്രമല്ല, അത് സോൾവ് ചെയ്യാൻ കുറേ അധികം ആളുകൾ മുന്നോട്ട് വന്നു. അവർ ബുദ്ധിമാന്മാരാണ് എന്ന് ധരിച്ച് ധാരാളം പേർ മുന്നോട്ട് വന്നു. എന്നാൽ ബഹുഭൂരിപക്ഷം പേരും പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്നാൽ ചിലരെല്ലാം ഈ രഹസ്യങ്ങൾ ഡീകോഡ് ചെയ്തു. അത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരുന്നു. ആ കാര്യങ്ങൾ ഇനി നമുക്ക് മനസ്സിലാക്കാം. ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. അതിനു മുന്നേ ലോകം അതിവേഗം മാറുകയാണ്. നമ്മുടെ ജോലിയും ജീവിതവും ഒക്കെ ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത് ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ എങ്ങനെ തയ്യാറെടുക്കുന്നു എന്നതിലാണ്. ഉദാഹരണത്തിന് AI ഉപയോഗിക്കാൻ അറിയാത്തവരെ മിക്ക കമ്പനികളും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് AI നമ്മൾ പഠിച്ചിരിക്കണം. പക്ഷേ ലക്ഷങ്ങളൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. 15,000 രൂപ വിലമതിക്കുന്ന 180 മിനിറ്റ് AI ക്രാഷ് കോഴ്സ് നിങ്ങൾക്കിപ്പോൾ സൗജന്യമായിട്ട് പഠിക്കാം. അതിനുവേണ്ട ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. AI ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ അനാലിസിസ്, പേഴ്സണൽ ബ്രാൻഡിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ, ബിസിനസ് സ്ട്രാറ്റജീസ്. ഇനി പുതിയ ജോലി കണ്ടെത്താനും ഉള്ള ജോലി പോവാതിരിക്കാനും ഉള്ള ശമ്പളം വർദ്ധിപ്പിക്കാനും ഒക്കെ ഇവിടെ എളുപ്പത്തിൽ പഠിക്കാം. ടെക് നോൺ ടെക് മേഖലകളിലുള്ളവർക്കും സംരംഭകർക്കും ഒക്കെ ഒരുപോലെ ഉപകാരപ്പെടുന്ന ഈ ക്ലാസ്സുകൾ ഇതിനോടകം 20 ലക്ഷം പേർ കണ്ടതാണ്. ഇതിൻ്റെ ടോപ്പ് 5% എത്തിക്കുന്ന ഈ അറിവുകൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കണം. ലിങ്കും കാര്യങ്ങളൊക്കെ കമൻറ്റിലുണ്ട്. സൗജന്യമായിട്ട് പഠിക്കാമല്ലോ. അതുകൊണ്ട് സമയം കളയേണ്ട, എല്ലാവരും ചെക്ക് ചെയ്യൂ. പസിൽ സോൾവ് ചെയ്യാൻ ആദ്യം കിട്ടിയ ഇമേജ് നോട്ട് പാഡ് പോലൊരു ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മറ്റൊരു ക്രിപ്റ്റിക് മെസ്സേജ് കാണാം. അതിൻ്റെ അവസാനം വായിക്കാൻ പറ്റാവുന്ന ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ടൈബീരിയസ് ക്ലോഡിയസ് സീസർ സെയ്സ് എന്ന് തുടങ്ങുന്ന ഒരു വാചകം. പക്ഷേ അദ്ദേഹം പറയുന്ന വാചകങ്ങൾ പിന്നെയും ക്രിപ്റ്റിക് ലാംഗ്വേജിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അത് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്. ഇതിലെ ടൈബീരിയസ് ക്ലോഡിയസ് സീസർ എന്നത് റോമൻ സാമ്രാജ്യത്തിലെ 4ാമത്തെ ചക്രവർത്തിയാണ് എന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം.
പക്ഷേ ഇവിടെ ചക്രവർത്തി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലിയർ അല്ല. ആ ഭാഗം ഒരു എൻക്രിപ്റ്റഡ് ടെക്സ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. എന്തായാലും ഇതിന് റോമൻ ചരിത്രവുമായി ബന്ധമുണ്ട് എന്ന കാര്യമാണ് ഇതിലൂടെ ആളുകൾക്ക് മനസ്സിലായത്. റോമൻ ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ മെസ്സേജുകൾ രഹസ്യ കോഡുകൾ വഴി എൻക്രിപ്റ്റ് ചെയ്യുന്ന വിദ്യ നടപ്പിലാക്കിയത് ജൂലിയസ് സീസർ ആയിരുന്നു. സീസർ സൈഫർ എന്നാണ് ഈ എൻക്രിപ്ഷൻ സിസ്റ്റം, അതായത് രഹസ്യ കോഡിൽ എഴുതുന്ന രീതി അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം ക്ലൂകളൊക്കെ അല്ലെങ്കിൽ സൂചനകളൊക്കെ ഈ ഇമേജ് ഡീകോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കുറച്ച് ചരിത്രവും ക്രിപ്റ്റോഗ്രഫിയിൽ അറിവുമുള്ള ആളുകൾക്ക് ഇത് ഡീകോഡ് ചെയ്തെടുക്കാം. പിന്നെ ഇത്തരം ക്ലൂകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിന് മികച്ച ലോജിക്കും അത്യാവശ്യമാണ്. ചില കാര്യങ്ങൾ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമല്ല, പൂർണ്ണമായ ചിത്രം തെളിയണമെങ്കിൽ, പൂർണ്ണമായി ഈ പസിലിൻ്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ പിന്നെയും ലോജിക് ഉപയോഗിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പസിലിൻ്റെ തുടക്കത്തിൽ ബുദ്ധിമാന്മാരായ ആളുകളെ ആവശ്യമുണ്ടെന്ന തരത്തിൽ ഇത് മാർക്കറ്റ് ചെയ്യപ്പെട്ടത്. ഇങ്ങനെ എന്തായാലും ടൈബീരിയസ് ക്ലോഡിയസ് സീസർ സെയ്സ് എന്ന് പറഞ്ഞതിന് ശേഷം കൊടുത്ത ഒറ്റവരി കോഡിനെ ഓരോ ആൽഫബറ്റും 4 ആൽഫബറ്റ് മുന്നോട്ട് പോയാലുള്ള ആൽഫബറ്റുമായി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രഹസ്യം തെളിഞ്ഞു വരുന്നതാണ്. ഇവിടെ 4 എന്ന കീ കിട്ടിയത് ടൈബീരിയസ് ക്ലോഡിയസ് സീസർ എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിലെ 4ാമത്തെ ചക്രവർത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇമേജിൻ്റെ ഹൈപ്പർ ലിങ്കാണ് കിട്ടുന്നത്. അതിൽ തൊട്ടാൽ അടുത്ത ക്ലൂ ഇമേജ് ആയിട്ട് ലഭിക്കുന്നതാണ്. അങ്ങനെ ചെയ്ത ആളുകൾക്ക് കിട്ടിയത് ഒരു താറാവിൻ്റെ ചിത്രമായിരുന്നു. ഈ ഇമേജ് മെസ്സേജിൽ ഔട്ട് ഗസ് എന്നീ 2 വാക്കുകൾ ആളുകൾക്ക് വായിച്ചെടുക്കാൻ പറ്റി. പിന്നീട് ഈ പസിൽ സോൾവ് ചെയ്യാനായി ഔട്ട് ഗസ് എന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. ഔട്ട് ഗസിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ ഇമേജിൽ ഒളിഞ്ഞിരിക്കുന്ന ഫയലുകളോ ക്രിപ്റ്റിക് ടെസ്റ്റുകളോ ഡീസൈഫർ, അതായത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപയോഗിച്ച് ആദ്യത്തെ ഇമേജ് കുറച്ച് പേര് ഡീസൈഫർ ചെയ്തെടുത്തു. ഈ ഡീസൈഫർ ചെയ്തെടുത്ത ടെക്സ്റ്റിൽ ഒരു സബ് റെഡിറ്റ് ലിങ്ക് ഉണ്ടായിരുന്നു. റെഡിറ്റ് നമുക്കറിയുന്നത് പോലെ ക്വാറ പോലുള്ള സൈറ്റാണ്. നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. നിരവധി ആളുകൾ, മലയാളികളടക്കം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. എന്തായാലും ഇങ്ങനെ ഡീസൈഫർ ചെയ്തെടുത്ത, അതായത് അർത്ഥം മനസ്സിലാക്കിയ ടെക്സ്റ്റിൽ റെഡിറ്റ് ലിങ്ക് മാത്രമല്ല, കുറേയധികം റേഷ്യോ, ഉദാഹരണത്തിന് 1:20 എന്ന തരത്തിലുള്ള അനുപാതങ്ങൾ കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിനെക്കുറിച്ച് വീഡിയോ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് വ്യക്തമായിട്ട് പറയുന്നതാണ്. ആദ്യം ഈ റെഡിറ്റ് ലിങ്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ റേഷ്യോയും ലിങ്കും ഒക്കെ ഈ പസിൽ സോൾവ് ചെയ്യാനുള്ള ഒരു പുസ്തകത്തിലേക്കാണ് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുക. ഇത്രയും ബുദ്ധിപരമായിട്ടുള്ള പസിലിൻ്റെ കാര്യങ്ങൾ വളരെ സമയമെടുത്ത്, അതായത് യഥാർത്ഥത്തിൽ ഡീകോഡ് ചെയ്യേണ്ട ആളുകൾ, അതീവ ബുദ്ധിമാന്മാരായ ആളുകൾ ഡീകോഡ് ചെയ്തതിന് ശേഷം പിന്നീട് പലരും ഡീകോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുന്നത്. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഡീകോഡ് ചെയ്ത കാര്യങ്ങളല്ല. എന്താണെങ്കിലും അവസാനമായിട്ട് ഡീകോഡ് ചെയ്തെടുക്കപ്പെട്ട ടെക്സ്റ്റിൽ നിന്നുമാണ് ഒരു പുസ്തകത്തിലേക്ക് അത് ആളുകളെ കൊണ്ടുവന്നെത്തിച്ചത്. അനോണിമസ് ആയിട്ടുള്ള റെഡിറ്റിൻ്റെ ലിങ്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ പോയ സമയത്ത് 128ഓളം പോസ്റ്റുകൾ റെഡിറ്റിൽ അപ്ലോഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ വെറും അർത്ഥമില്ലാത്ത കുറേ അക്ഷരങ്ങൾ മാത്രമുള്ള പോസ്റ്റുകളാണ് ലിങ്കുകൾ. എന്നാൽ ആ റെഡിറ്റ് പേജിൻ്റെ മുകളിലെ ഭാഗത്തായിട്ടുള്ള സിമ്പൽ കുറച്ച് പേർ ശ്രദ്ധിച്ചിരുന്നു. കുത്തുകളും നീളത്തിലുമുള്ള വരകളും കുറേ ചിഹ്നങ്ങളുമായിരുന്നു അവിടെ കാണാൻ വേണ്ടി പറ്റിയത്. ഇത് പുരാതന മായൻ സംസ്കാരത്തിലെ അക്കങ്ങളാണ്. ഇത്തരത്തിൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ, കൃത്യമായിട്ട് പറഞ്ഞാൽ മധ്യ അമേരിക്കയിലെ മെക്സിക്കോ പോലുള്ള രാജ്യങ്ങൾ അടങ്ങുന്നതായിരുന്നു മായൻ സംസ്കാരം. പിന്നീട് ഈ മായൻ സംസ്കാരത്തിലെ നമ്പറുകൾ എന്താണ് എന്ന് തിരിച്ചറിയുകയും അതിനെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അറബിക് ലെറ്റേഴ്സായ 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സുമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് അത്തരത്തിൽ കൺവേർട്ട് ചെയ്ത ആ നമ്പറുകൾ. ഇനി ഈ റെഡിറ്റ് പേജിൻ്റെ ടൈറ്റിൽ നോക്കിയാലും അതും ഒരു ക്രിപ്റ്റിക് ടെക്സ്റ്റാണ് എന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഒരു ചുരുക്ക രൂപമാണ് ഇതിൻ്റെ ഹൈപ്പർ ലിങ്കിലുള്ളത്. ഇത് രണ്ടും നോക്കൂ, താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് എയുടെ സ്ഥാനത്ത് 10, 2ൻ്റെ സ്ഥാനത്ത് 2, ഇയുടെ സ്ഥാനത്ത് 14, 7ൻ്റെ സ്ഥാനത്ത് 7, ഇങ്ങനെ നമ്പേഴ്സ് എല്ലാം മാച്ചിങ് ആയതുകൊണ്ട് ഈ ക്രിപ്റ്റിക് ടെക്സ്റ്റ് ഈ ലിങ്കിലെ നേരത്തെ പറഞ്ഞ അർത്ഥമില്ലാത്ത വിധം തോന്നിപ്പിക്കുന്ന ലിങ്കിലെ വാക്കുകൾ ഡീസൈഫർ ചെയ്യാനുള്ള കീ ആണെന്ന് കരുതാവുന്നതാണ്. എയുടെ സ്ഥാനത്ത് 10, ബിയുടെ സ്ഥാനത്ത് 11, അങ്ങനെ പോയാൽ ഡിയുടെ സ്ഥാനത്ത് 13, ഇയുടെ സ്ഥാനത്ത് 14. ഇങ്ങനെ ഈ ടെക്സ്റ്റിന് അനുയോജ്യമായ നമ്പറുകൾ കൊണ്ട് ഒരു കീ ഉണ്ടാക്കിയെടുത്തു. ഈ കീ ആണ് സ്ക്രീനിൽ കാണുന്നത്. ഇനി കീ കിട്ടിയാൽ മാത്രം പോരാ, റെഡിറ്റ് പേജിലെ അർത്ഥമില്ലാത്ത ക്രിപ്റ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് വായിച്ചെടുക്കണം. ഇവിടെ നേരത്തെ ഉപയോഗിച്ച സീസർ സൈഫർ സിസ്റ്റം ഉപയോഗിച്ച് വായിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നതല്ല. ഇവിടെ വ്യത്യസ്തമായ നമ്പറുകളാണ് കീ. അതായത് ഓരോ ആൽഫബറ്റും നേരത്തെ പറഞ്ഞതുപോലെ 4 എന്ന കൃത്യമായ നമ്പർ വെച്ചല്ല ഷിഫ്റ്റ് ചെയ്യുന്നത്, വ്യത്യസ്തമായ നമ്പറുകൾക്കനുസരിച്ചാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടത് വിജിനേയർ സൈഫർ എന്ന മെത്തേഡാണ്. എന്തായാലും ഈ തന്ത്രം ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ റെഡിറ്റിലെ 128 ലിങ്കിൻ്റെയും ടെക്സ്റ്റ്
പസിൽ സോൾവ് ചെയ്യുന്ന ചിലർ ഡീസൈഫർ ചെയ്തെടുത്തു. ആ വാചകങ്ങൾ 12-13 നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട വാമൊഴിയായി പ്രചരിക്കപ്പെട്ട നാടോടി കഥകളടങ്ങുന്ന ദി മാബിനോജിയൻ എന്ന പുസ്തകത്തിലെ വരികളായിരുന്നു. ഈ പസിലിൽ റോമൻ സാമ്രാജ്യവും അതിലെ ചരിത്ര പുരുഷന്മാരെയും ഒക്കെ പ്രതിപാദിക്കുന്നത് കൊണ്ട് തന്നെ ഈ വാചകങ്ങൾ ഒരു ചരിത്ര പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാവാം എന്ന സൂചന ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. ഇതനുസരിച്ചാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പുസ്തകം കണ്ടെത്തുന്നത്. ഇനി പുസ്തകം കണ്ടെത്തിയതുകൊണ്ട് മാത്രമായില്ല, അതിലാണ് അടുത്ത ക്ലൂ ഉള്ളത്. ആ പേജിൻ്റെ ലൈനുകളും അക്ഷരങ്ങളുമാണ് നേരത്തെ പറഞ്ഞ ഇമേജുകൾ ഡീസൈഫർ ചെയ്തെടുത്തപ്പോൾ കിട്ടിയ 1:20 എന്ന അനുപാതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്ഷരങ്ങൾക്കൊപ്പം തന്നെ സ്പേസും കൂട്ടണം. അങ്ങനെ നോക്കിയ സമയത്ത് കോൾ അസ് അറ്റ് ടെലിഫോൺ നമ്പർ 21439099608 എന്നൊരു മെസ്സേജാണ് കിട്ടിയത്. ഈ 10 ഡിജിറ്റുള്ള ഫോൺ നമ്പർ ഡയൽ ചെയ്തപ്പോൾ ഒരു പ്രീ റെക്കോർഡഡ് മെസ്സേജ് സന്ദേശമാണ് ആളുകൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. Very good. You have done well. There are 3 prime numbers associated with the original final.jpg image. 3301 is one of them. You will have to find the other 2. Multiply all 3 of these numbers together and add a .com on the end to find the next step. Good luck. Goodbye. ഇതായിരുന്നു ആ സന്ദേശം. അതായത് ആദ്യം പോസ്റ്റ് ചെയ്ത ഇമേജ് ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് 3 പ്രൈം നമ്പറുകളുണ്ട്. അതിലൊന്ന് 3301 ആണ്. അത് ഓൾറെഡി ആ മെസ്സേജിലുണ്ട്. മറ്റ് 2 പ്രൈം നമ്പറുകൾ കണ്ടുപിടിച്ച് അത് തമ്മിൽ ഗുണിക്കണം. പ്രൈം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും ആ നമ്പർ കൊണ്ടും മാത്രം അതിനെ ഹരിക്കാൻ പറ്റുന്ന, പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ് എന്നെല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. എന്തായാലും തിയറിയിലേക്ക് കടക്കുന്നില്ല. ഉദാഹരണത്തിന് 3, 7 പോലുള്ള നമ്പറുകൾ ഒറിജിനൽ ഇമേജിൽ 3301 അല്ലാതെ മറ്റൊരു നമ്പറും ഇല്ല. എന്നാൽ പസിൽ ഇമേജിൻ്റെ നീളവും വീതിയുമായിരുന്നു മറ്റ് 2 നമ്പറുകൾ. ഇത് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയും www.com ചേർത്താൽ ഒരു ലിങ്കിലേക്ക് പോകണം. ആ വെബ്സൈറ്റിലേക്ക് പോയപ്പോൾ ഒരു സിക്കാഡ അഥവാ ചീവീടിൻ്റെ ചിത്രവും അതിനടിയിൽ കൗണ്ട് ഡൗണും കാണാൻ സാധിച്ചു. ആ കൗണ്ട് ഡൗൺ തീർന്ന സമയത്ത് 5 രാജ്യങ്ങളിലായി 14 സ്ഥലങ്ങളുടെ കോർഡിനേറ്റുകൾ സ്ക്രീനിൽ തെളിഞ്ഞു. അതായത് ഇതിൽ പങ്കെടുത്തവരോട്, വിജയിച്ചവരോട് അടുത്തത് ഈ സ്ഥലങ്ങളിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നതായിരുന്നു ആ മെസ്സേജുകൾ. പലരും മുൻപ് സിക്കാഡ ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആണെന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു. അവരുടെ സംശയങ്ങൾ ശരിയാണ് എന്ന് വെക്കുന്നത് തന്നെയായിരുന്നു ഇത്തരം ക്ലൂ. അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് മാത്രമേ ഇത്രയും വലിയ രീതിയിൽ ഒരു ഹണ്ട് സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സ്ഥലങ്ങളിലൊക്കെ സിക്കാഡയുടെ സിമ്പലുള്ള ഒരു QR കോഡ് അടങ്ങുന്ന പോസ്റ്റർ ഉണ്ടായിരുന്നു. ഈ QR കോഡ് സ്കാൻ ചെയ്തപ്പോൾ ഒരു ഇമേജും കാണിക്കുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ അതൊരു ബുക്കിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അവിടെ നിന്ന് മറ്റൊരു വെബ്സൈറ്റിലേക്ക് അതിൽ ആവശ്യപ്പെട്ട പ്രകാരം പുതിയ മെയിൽ ID ക്രിയേറ്റ് ചെയ്യാനും അത് എൻ്റർ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു നമ്പർ ഈ മെയിൽ IDയിലേക്ക് അയക്കാമെന്നും അത് ഈ വെബ്സൈറ്റ് അഡ്രസ്സിനോടൊപ്പം /സിംബൽ ചേർത്ത് ഈ നമ്പർ കൂടെ കൊടുത്ത് അടുത്ത വെബ്സൈറ്റിലേക്ക് പോവണമെന്നുമായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയേക്കാം. എന്നാൽ അടുത്ത വെബ്സൈറ്റിലേക്ക് പോയാലാണ് അടുത്ത സ്റ്റെപ്പിനെ കുറിച്ച് ഈ പസിൽ നടത്തുന്ന ആളുകൾ പറയുക. ആ വെബ്സൈറ്റിലേക്ക് എത്താനുള്ള മാർഗമാണ് ഇപ്പോൾ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ എന്തായാലും ആ വെബ്സൈറ്റിൽ ആദ്യം എത്തുന്ന ചുരുക്കം ചില ആളുകൾക്ക് മാത്രം ഒരു മെസ്സേജ് ഡിസ്പ്ലേ ആയി. അവരൊരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ആണെന്നതായിരുന്നു ആ മെസ്സേജിലുള്ള വിവരം. പക്ഷേ അവർക്ക് പേരോ സിംബലോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവർ ആ മെസ്സേജിൽ അങ്ങനെയാണ് പറഞ്ഞത്. അതിൽ തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും പറഞ്ഞിരുന്നു. ഡിജിറ്റൽ ലിബർട്ടി, ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണെന്നാണ് അവർ സ്വയം അവകാശപ്പെട്ടത്. ഇനി ആദ്യ കുറച്ച് പേർക്ക് മാത്രമായിരുന്നു ഈ ഒരു മെസ്സേജ് കാണിച്ചിരുന്നത്. പിന്നീട് വന്നവർക്ക് വി വാണ്ട് ദ ബെസ്റ്റ്, നോട്ട് ദ ഫോളോവേഴ്സ് എന്ന മെസ്സേജാണ് കാണാൻ സാധിച്ചത്. അതായത് ഈ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു പസിൽ നിർമ്മിച്ച ആളുകൾക്ക് വേണ്ട ആളുകളെ കിട്ടി. അവർക്ക് വേണ്ടത് ബെസ്റ്റിനെയാണ്, അല്ലാതെ ഒരുപാട് സമയം കഴിഞ്ഞ് ഇത് സോൾവ് ചെയ്ത ആളുകളെയോ അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കണ്ടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വായിച്ചോ ഇത് സോൾവ് ചെയ്തു വരുന്ന ആളുകളെ ആയിരുന്നില്ല. പിന്നീട് ഒരു മാസത്തിന് ശേഷം വീണ്ടും സബ് റെഡിറ്റിൽ അവരൊരു ഇമേജ് പോസ്റ്റ് ചെയ്തിരുന്നു. അവർക്ക് ആവശ്യമായ ആളുകളെ കിട്ടി എന്നായിരുന്നു ആ ഇമേജിൽ മെസ്സേജായിട്ടുണ്ടായിരുന്നത്. പങ്കെടുത്തവർക്കും മറ്റുള്ളവർക്കും ഇനിയും അവസരങ്ങൾ വരുമെന്നും ആ മെസ്സേജിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2013, 2014 വർഷങ്ങളിലും ഇവർ ഇത്തരത്തിലുള്ള പസിൽ ഹണ്ട് നടത്തിയിരുന്നു. പക്ഷേ അവസാനമായിട്ട് ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇവരെക്കുറിച്ച് വരുന്ന ഫാക്റ്റ് പോസ്റ്റുകളെക്കുറിച്ചുള്ള ഒരു വാണിംഗ് ആയിരുന്നു. അതിനുശേഷം ഇവർ മറ്റൊരു പസിലോ അല്ലെങ്കിൽ മെസ്സേജോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. എങ്കിലും എന്തിനായിരുന്നു, ഏത് സംഘടനയ്ക്ക് വേണ്ടിയായിരുന്നു ഇത്തരം പോസ്റ്റുകൾ ഇവർ ചെയ്തത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട്. ഇവരെക്കുറിച്ച് പിന്നീട് യാതൊരു വിവരവും ലഭ്യമല്ല. എന്തായാലും ഇൻ്റർനെറ്റിലെ ഏറ്റവും നിഗൂഢമായ പസിലായിട്ടാണ് സിക്കാഡ 3301
ഇന്നും അറിയപ്പെടുന്നത്. ചിലരെല്ലാം ഇത് CIA പോലുള്ള ഗവൺമെൻറ്റിൻ്റെ തന്നെ ചാര സംഘടനകൾക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത്രയും ബൃഹത്തായ ഇത്തരത്തിലുള്ള ഒരു പസിൽ ഓൺലൈൻ വഴി കോർഡിനേറ്റ് ചെയ്ത് സംഘടിപ്പിക്കാൻ സാധിക്കൂ എന്നാണ് ഒരു വാദത്തിൽ പറയുന്നത്. അതുമല്ലെങ്കിൽ ലോകമെമ്പാടും സ്വാധീനമുള്ള ഒരു സീക്രട്ട് ഗ്രൂപ്പായിരിക്കാം ഇത് സംഘടിപ്പിച്ചത് എന്നും പറയുന്നുണ്ട്. എമ്പുരാനിലെ ടീസർ നമ്മൾ നോക്കിയാൽ സ്റ്റീഫൻ എന്നറിയപ്പെടുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മേഴ്സണറി ഹിറ്റ് ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ലോകത്തിലെല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട് എന്നും അതിൽ പറയുന്നുണ്ട്. മേഴ്സണറി ഹിറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾക്കോ മറ്റ് സീക്രട്ട് ഓർഗനൈസേഷനുകൾക്കോ വേണ്ടി കൊലപാതകങ്ങളും ആക്രമണങ്ങളും എല്ലാം നടത്തുന്ന ഗ്രൂപ്പുകളെ പറയുന്ന പേരാണ്. ഇത്തരത്തിലൊരു ഗ്രൂപ്പിലെ അംഗമാവാം അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ നേതാവാം ഖുറൈഷി എബ്രഹാം എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ ഇത്തരം മേഴ്സണറി ഹിറ്റ് ഗ്രൂപ്പുകളെ കുറിച്ച് അന്വേഷിക്കുന്ന സീക്രട്ട് ഏജൻസികൾക്ക് നൽകുന്ന വിവരത്തെ കബൂക സംഘത്തെയും ഖുറൈഷി എബ്രഹാം നെക്സസിനെയും ഒരുമിച്ച് പിടികൂടാനുള്ള അവസരമാണെന്നും പറയുന്നുണ്ട്. ഈ കബൂക സഖ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്കൻ ആഫ്രിക്കയിലെ റുവാണ്ട എന്ന രാജ്യത്ത് വെച്ച് ഒരു വംശീയ ഉന്മൂലനമെല്ലാം നടന്നിരുന്നു. വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരു സംഘടനയാണ്. ഇത് വളരെ വലിയൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ സംസാരിക്കാവുന്നതാണ്. എന്താണെങ്കിലും ലൂസിഫറിൽ തുടങ്ങി എമ്പുരാനിലെ ടീസറുകളിലും പോസ്റ്ററുകളിലും സിക്കാഡയുടെ സിമ്പൽ നമുക്ക് നിരന്തരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിലെ കയ്യിലെ മോതിരത്തിലും ഇത് കാണാൻ വേണ്ടി പറ്റും. സിക്കാഡ 3301 എന്ന പസിൽ പോലെ മോഹൻലാലിൻ്റെ കഥാപാത്രവും വളരെ നിഗൂഢത നിറഞ്ഞത് തന്നെയാണ്. ഒരുപക്ഷെ സിക്കാഡ 3301 എന്ന പസിൽ നടത്തി അതീവ ബുദ്ധിമാന്മാരായ ആളുകളെ മാത്രം റിക്രൂട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതൊരു പക്ഷേ ഒരു സീക്രട്ട് സംഘടനയാണെങ്കിലോ ഒരു രഹസ്യ സംഘടനയാണെങ്കിലോ അവരുടെ ശക്തി എന്തായിരിക്കും? ലോകത്തിലെ അതീവ ബുദ്ധിമാന്മാരെ മാത്രം തിരഞ്ഞെടുത്ത് നടത്തുന്ന ഒരു സംഘടന അവരുടെ ഇൻ്റലിജൻസ് വിങ്ങിന് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ബുദ്ധിമാന്മാരെ തിരഞ്ഞെടുക്കുന്നത്. മറ്റെല്ലാ കാര്യത്തിലും അവർ ഈ പെർഫെക്ഷൻ നടത്തിയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ സംഘടനയും അതുതന്നെ ആയിരിക്കില്ലേ? അങ്ങനെ ധാരാളം സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്ന ഒരു സംഘടനയുടെ സിമ്പലാണ് എന്ന് കരുതപ്പെടുന്ന സിമ്പലാണ് ശ്രീ മോഹൻലാലിൻ്റെ കയ്യിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരുപക്ഷേ സിക്കാഡ എന്ന ഈ ഒരു സംഘടനയുടെ നേതാവായിട്ടാണ് സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഖുറൈഷി എബ്രഹാമിനെ അവതരിപ്പിക്കുന്നതെങ്കിലോ? ഇങ്ങനെ ധാരാളം തിയറികൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കിയാൽ ഒരു വലിയ അധോലോക സംഘടനയുടെ നേതാവ് മറ്റേതെങ്കിലും രഹസ്യ സംഘടനയുടെ മോതിരം കയ്യിലിടാൻ സാധ്യതയുണ്ടോ? താനുമായി ബന്ധമുള്ള സംഘടനയുടെ സിമ്പൽ മാത്രമല്ലേ അദ്ദേഹം ധരിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ദുരൂഹതകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. എന്താണെങ്കിലും നമ്മുടെ പ്രധാന വിഷയം സിക്കാഡ 3301 എന്ന പസിൽ സോൾവ് ചെയ്ത രീതിയും ആ സംഘടനയുടെ ദുരൂഹതകളുമായിരുന്നു. വളരെയധികം സങ്കീർണമായ കാര്യങ്ങൾ പരമാവധി എളുപ്പത്തിൽ പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. കൂട്ടുകാർക്ക് വേണ്ടി നിർബന്ധമായും ഷെയർ ചെയ്ത് കൊടുക്കൂ. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട. സിനിമ കാണുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എൻ്റർടൈൻമെൻറ്റ് പോലെ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നല്ല രീതിയിൽ AI ടൂളുകളെല്ലാം ഉപയോഗിക്കാൻ പഠിച്ച് ജീവിതത്തിൽ മെച്ചപ്പെടുത്തണമെന്ന താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്ത ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സൗജന്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.